എല്ലാവർക്കും വർഷ രഞ്ജു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു പാവയ്ക്ക മെഴുക്ക് വരട്ടിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനായിട്ട് ഞാൻ 2 പാവയ്ക്ക ഇതുപോലെ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായ ചേരുവ എന്ന് പറയുന്നത് സവോളയാണ്. ഒരു വലിയ സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചെറിയുള്ളി വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ചെറിയുള്ളിയുടെ എണ്ണ ഒരു 15 എണ്ണത്തോളം എടുക്കുക. അപ്പം നമുക്ക് ആദ്യം ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായി കഴിഞ്ഞാൽ അതിലോട്ട് ഒരു സവോള സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി യൂസ് ചെയ്യാവുന്നതാണ്. ചെറിയ ഉള്ളിയുടെ എണ്ണം ഒരു 15 എണ്ണത്തോളം എടുക്കാം. ഇനി നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നമുക്ക് സവോള പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് 1 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കിത് വഴറ്റിയെടുക്കാം. നല്ലപോലെ വാടി വരണം നമ്മൾ സവോള. നമ്മളെ സവോള വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പരിവായാൽ മതി. ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നാടൻ കറിവേപ്പില ആയതുകൊണ്ട് ഞാൻ തണ്ടോട് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലോട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടിയുടെ ആ കുത്ത് പോകണം. അതുവരെ നമുക്കൊന്ന് 1 മിനിറ്റ് നേരം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലോട്ട് മുളക് പൊടിയാണ് എരിവിന് വേണ്ടി ചേർക്കുന്നത്. സാധാ നോർമലായിട്ടുള്ള ചില്ലി പൗഡറാണ്. കാശ്മീരി ചില്ലിയല്ല, നോർമൽ ചില്ലി പൗഡറാണ്. 1.5 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് കരിഞ്ഞു പോകാതെ നോക്കണം. അടുത്തായി നമുക്ക് പാവയ്ക്ക ചെറുതാക്കി അരിഞ്ഞത് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. നമ്മളുടെ പാവയ്ക്കയുടെ എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് നേരം നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് 1 മിനിറ്റ് നേരം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 10 മിനിറ്റ് ആണ് ഞാൻ ടൈം പറയുന്നതെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 10 മിനിറ്റ് നമുക്ക് കുക്കിംഗ് ടൈം കേട്ടോ, ലോ ഫ്ലെയിമിൽ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 15 മിനിറ്റ് നേരമായി കേട്ടോ. 10 മിനിറ്റ് നേരമായപ്പോൾ ഞാൻ വന്നൊന്ന് ഇളക്കി നോക്കി. അപ്പോൾ അത് കുക്കായിട്ടുണ്ടായിരുന്നില്ല. വീണ്ടും ഒരു 5 മിനിറ്റ് നേരം കൂടി ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു 5 മിനിറ്റ് നേരം നമുക്ക് തുറന്ന് വെച്ചിട്ട് ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് നേരം ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യായിരുന്നു. ഇത് മതി. ഇപ്പോൾ നമ്മൾ പാവയ്ക്കെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്. അതുപോലെ ഉപ്പെല്ലാം ചെക്ക് ചെയ്തു. എനിക്ക് ഉപ്പ് കറക്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മളെ ഈ പാവയ്ക്ക് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് നമുക്ക് അറിയിക്കണം. നിങ്ങൾക്ക് നമ്മളെ ചാനൽ ഇഷ്ടപ്പെട്ട നമ്മളെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.